മലയാളിയുടെ വാർത്തയ്ക്കും വിനോദത്തിനും നാന്ദി കുറിച്ച് ആകാശവാണി 90ന്റെ നിറവിൽ. നവതിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം ശ്രോതാക്കളുടെയും ആകാശവാണി മുൻ ജീവനക്കാരുടെയും സംഗമവേദിയായി. വിനോദത്തിനും വിജ്ഞാനത്തിനുമൊപ്പം ഒരു കാലത്ത് വാർത്തകൾക്കായി ശ്രോതാക്കൾ ആശ്രയിച്ചത് ഓൾ ഇന്ത്യ റേഡിയോ അഥവാ ആകാശവാണിയെയാണ്. ആകാശവാണിക്ക് ഇന്ന് 90ന്റെ ചെറുപ്പം. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന ശ്രവ്യോത്സവം എന്ന പരിപാടി തലമുറകളുടെ സംഗമവേദിയായി മാറി. പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ട് ചെയ്യാമെന്നോ അങ്ങനെയൊന്നും നോക്കാതെ ആ പഴയ ചിട്ടയോടുകൂടി എന്താണ് നമ്മൾ കാലത്തിന് അതീതമായിട്ട് നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ പോലും അതിൻ്റെ ആ ഒരു ക്ലാസിക്കൽ ഫീലിംഗ് നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും കൊണ്ടുപോകുന്ന ഒന്നാണ് ആകാശവാണി. ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തന്റെ ആകാശവാണി കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കാനെത്തി. നിങ്ങൾക്കറിയാമെന്നറിയില്ല, മലയാള ടെലിവിഷൻ ചാനലുകളിൽ എല്ലാ അവതാരകരെ കൊണ്ടും മുണ്ടുടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ആകാശവാണിയുടെ വിജയമാണ്. ഇനി ഒരാളും ബാക്കിയില്ല. ഞാനിപ്പോഴും പറയുന്നു, നമ്മൾ റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് വലിയ കരുത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രക്ഷേപകനാണ് ഞാൻ. അപ്പൊ ഞാനിപ്പോഴും ഈ ആകാശവാണിയിലും ദൂരദർശനിലും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അവിടെ എന്തെങ്കിലും സേവനം അനുഷ്ഠിക്കാനുള്ള അവസരം ഉണ്ടായാൽ ഞാനിപ്പോഴും കൈവിടുന്നില്ല. ആകാശവാണിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കെ എ മുരളീധരൻ, ജി പ്രദീപ് കുമാർ, എസ് നാരായണൻ നമ്പൂതിരി, പി ആർ വിപിൻകുമാർ, ജി കെ ഗീത, എം ഡി രാജേന്ദ്രൻ, കെ ആർ ചാർലി തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. കലാപരിപാടികളോടെയാണ് ശ്രവ്യോത്സവം അവസാനിച്ചത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.